ഞാൻ ഈ കയറി ചെല്ലുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ലോകത്തേക്കാണ്. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല. ഒരു കാര്യം പറയാം, ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരുപാട് യാത്ര ചെയ്ത ആളല്ല. സത്യത്തിൽ എൻ്റെ ട്രാവൽ ലൈഫ് തുടങ്ങുന്നത് തന്നെ കല്യാണത്തിന് ശേഷമാണ്. ആദ്യമൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു ചെറുതായിട്ട് യാത്രകളൊക്കെ പോയി തുടങ്ങിയത്. പിന്നീട് ഞങ്ങളുടെ ആദ്യ കുഞ്ഞ് വന്നു. അപ്പോഴും അവൻ്റെ കൂടെ ഒരുപാട് മനോഹരമായ യാത്രകൾ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പതിയെ ഒറ്റയ്ക്കുള്ള യാത്രകളും തുടങ്ങിയത്. റിഹാനെ ഉമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു അന്നൊക്കെ യാത്രകൾ ചെയ്തിരുന്നത്. പക്ഷേ രണ്ടാമത്തെ കുട്ടി വന്നതോടെ കാര്യങ്ങൾ മാറി. രണ്ട് കുട്ടികളെയും വിട്ട് യാത്ര പോകുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനോടൊപ്പം സാഹചര്യങ്ങളും അത്ര അനുകൂലമായിരുന്നില്ല. അറിയാതെ ഞാനൊരു കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലൈഫ് വീണ്ടും തിരക്കിലായി. സ്വന്തമായി ചെയ്യുന്ന ജോലികളും സ്വപ്നങ്ങളും എല്ലാം ചേർന്ന് ദിവസങ്ങൾ നിറയുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കിലായിരുന്ന സമയത്തായിരുന്നു. ഒരു പക്ഷേ ആ തിരക്കിൽ നിന്ന് മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗ്ഗം യാത്രകളായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഈ ഒരു ട്രാവൽ ജേർണി വീണ്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കണം. എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ ഒപ്പം തന്നെയുണ്ട്. കാരണം ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രകളിൽ അവരും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവരുടെ കംഫർട്ടും സന്തോഷവും കൂടി ഉൾപ്പെടുത്തി യാത്ര ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് ഈ യാത്രകൾ മുന്നോട്ടും തുടരാൻ കഴിയുകയുള്ളൂ. എല്ലാ ട്രിപ്പിലും അത് സാധിക്കുമെന്നല്ല. ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസുകൾ ഉണ്ടാകും. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ അവരെയൊക്കെ കൂടെ കൂട്ടി അവരുടെ ലോകവും എൻ്റെ ലോകവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇനി എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രാവൽ ജേർണിയുടെ ഈ ഒരു റീസ്റ്റാർട്ട് ഇവിടെ നിന്നാകുന്നത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. പിന്നെ ഈ ആകാര പോട്ടറി സ്റ്റുഡിയോയെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും അനുഭവിച്ചറിയേണ്ട ഒരു ഇടമാണിത്. വയനാട് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ. അതിനൊപ്പം ഇങ്ങനെ ഒരു മനോഹരമായ പോട്ടറി സ്റ്റുഡിയോയും അവരുടെ തന്നെ സ്റ്റേയും കൂടി ലഭിക്കുമ്പോൾ അത് ശരിക്കും ഒരു പെർഫെക്റ്റ് കോംബോയാണ്. ഇന്നത്തെ ഇവിടെയുള്ള എൻ്റെ സ്റ്റേയുടെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നാളെ ഇവിടെയുള്ള പോട്ടറി വർക്ക്ഷോപ്പുകളും മറ്റ് എക്സ്പീരിയൻസുകളെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഓരോ വിശേഷവും ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റികളും എൻ്റെ മുഴുവൻ എക്സ്പീരിയൻസും ഇനി വരുന്ന വ്ളോഗുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ വന്നാലും മനസ്സൊന്ന് റിലാക്സ് ചെയ്ത് പതിയെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായൊരു സ്പേസാണിത്. ഞാൻ ഈ കയറി ചെല്ലുന്ന പോട്രി സ്റ്റുഡിയോ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ കോർണർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നെക്സ്റ്റ് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം.